കൃഷ്ണ. ശ്രീരാമചരിതമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തനിക്ക് കൗസല്യയിൽ ഉണ്ടായ പുത്രിയായിരുന്നത് ശാന്ത. ശാന്തയെ തന്റെ സുഹൃത്തായിരുന്ന ലോമപാദന് ദത്തുപുത്രിയായിട്ട് ദശരഥൻ ദാനം നൽകി. അവൾ യൗവനയുക്തിയായപ്പോൾ വിഭണ്ഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് വളരെ കാലം ദശരഥന് സന്താനയോഗമില്ലായിരുന്നു. ഒടുവിൽ ഋഷ്യശൃംഗൻ ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തി അതിൽ നിന്നും ലഭിച്ച പായസം തന്റെ 2 പത്നിമാർക്കുമായി ദശരഥൻ വീതിച്ചു നൽകി. അവർ രണ്ടുപേരും അതിൽ നിന്നും ഓരോ ഭാഗം മറ്റൊരു പത്നിയായ സുമിത്രയ്ക്കും വീതിച്ചു നൽകി. നമ്മൾ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ വരാഹത്തിനെ കുറിച്ചും നരസിംഹത്തിനെ കുറിച്ചും കേട്ടിരുന്നു. തന്റെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും സനകാദികളുടെ ശാപമേറ്റ് 3 ജന്മം അസുരന്മാരായി ജനിക്കേണ്ടി വന്നു. അതിൽ ആദ്യത്തെ ജന്മമായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അവരെ ഭഗവാൻ വരാഹവും നരസിംഹവുമായി വന്ന് വധിച്ചു. ഇനി 2ാമത്തെ ജന്മമായിട്ടാണ് രാവണനും കുംഭകർണനുമായി ജയവിജയന്മാർ ജനിച്ചത്. രാവണന്റെയും കുംഭകർണന്റെയും കൂടുതൽ ജന്മവിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.